ലോക ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടം വന്നപ്പോൾ ലോകവ്യാപകമായ ആളുകളിൽ ദേശീയവാദം കുരിച്ചു. In a particular period in the history of the world, the people of the world were taken by nationalism. സ്വന്തം മണ്ണിൽ അന്യർ കാലുകുത്തിയാൽ അവരെ പുറത്ത് തുരത്തണം എന്നൊരു കൊതി ആളുകളുടെ ഹൃദയത്തിലുണ്ടായി. People had a thought that if any foreigners come to their own land, the foreigners should be ousted out. 1917 ഒക്ടോബർ മാസത്തിൽ ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അതേ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തെ അസ്തമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, റഷ്യയുടെ പിടികൾ അതേ സ്വതന്ത്രമായി വരുമ്പോൾ 1.5 ലക്ഷം യഹൂദന്മാരെ ഒരു കിടങ്ങിന്റെ കരയിൽ നിരത്തി നിർത്തിയിട്ട് വായിലോട്ട് കൊടില് കുത്തി കയറ്റി നാക്ക ജീവനോടെ പിഴുതെടുത്തിട്ട് കുഴിക്കകത്തേക്ക് മൂടിക്കൊല്ലുന്ന സംഭവം അരങ്ങേറിയപ്പോൾ ആ നാട്ടിൽ നിന്ന് നിൽക്കാൻ വയ്യാതെ എങ്ങനെയെങ്കിലും വാഗ്ദത്ത ദേശത്തേക്ക് പോകണം എന്നൊരു കൊതി ഉത്ഭവിച്ചപ്പോൾ വെടിവെച്ചിറക്കുമെന്ന ബൈബിൾ പ്രവചനം കേൾക്കുന്ന ദൈവമക്കൾ കാലം എവിടെ വരെയായി ചിന്തിക്കുക. 1917, when the Bolshevik Revolution took place in Russia, the Jewish people, 150,000 of them, were held together, and when their tongue was plucked out and they were pushed into graveyards, the Jewish people decided, as if the fulfillment of the prophecy, that they will be handed out like the animals being handed. They decided that they would be going back to the land of Israel. പ്രദർശനത്തിൽ കാണുന്ന വ്യക്തി ഹിറ്റ്ലറാണ്. The man you are seeing here is Hitler. ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിന്റെ വിശദീകരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. You know the explanation of the time of Hitler very well. ഇന്ന് രാത്രി മുഴുവൻ വിശദീകരിച്ചാൽ പറയത്തക്ക ചരിത്ര രേഖകൾ അതിന്റെ പുറകിലുണ്ട്. There are so many historically important records that I can explain the whole night. ഹിറ്റ്ലറിന്റെ നിർമൂലനാശ ക്യാമ്പുകളിൽ കിടന്ന് ജീവനോടെ മരണത്തിലേക്ക് നീങ്ങിയ യഹൂദന്മാരുടെ നിലവിളി അവന്റെ ആധിപത്യത്തിന്റെ അടിത്തറ തകർക്കുകയായിരുന്നു. The cry of the Jewish people being tortured in the torture camp of Germany, that cry was destroying the very foundation of the German Empire. ജോലി തരാം, എൻട്രൻസിൽ പേര് രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ് ഹിറ്റ്ലർ ആളുകളെ എൻട്രൻസിലേക്ക് വിളിച്ചു. Hitler called all people to his camp, telling them he would be giving them job if they register their name there. നാസി ആധിപത്യത്തിന്റെ ദേശീയ ബോധമാണ് പുറകിലെ കാരണം. And it was the national feeling of national socialism that asked Hitler to do that. അവസാനം ആളുകൾ മുഴുവൻ പേര് രജിസ്റ്റർ ചെയ്യത്തക്ക വിധം അകത്ത് കയറി ആളുകൾ പേര് ഒപ്പുവെച്ച് അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പ് റൂമുകളിലേക്ക് കയറി കഴിഞ്ഞു. All the people who wanted the job, they came, they registered their name, and they were moved on to the next rooms. ഒടുവിൽ ആളുകൾ ബാത്റൂം അന്വേഷിച്ചു. And then people sought for the bathrooms. ഒരാൾ ബാത്റൂം തുറന്ന് അകത്ത് കയറിയപ്പോൾ ടാപ്പ് ഓണാക്കി. Somebody got inside the bathroom and switched and put on the tap. ടാപ്പിലൂടെ ഒഴുകി ഇറങ്ങിയത് വാതകമായിരുന്നു, വിഷവാതകം. It was poisonous gas that came out through the tap. അത് ശ്വസിച്ച ആളുകൾ ബാത്റൂമിൽ മോഹാൽസിപ്പെട്ടു വീണു. The people who inhaled it began to fall down unconscious in the bathroom. പുറത്തെ കോടി ആളുകൾ വലിയ ഓഡിറ്റോറിയം ആയിരുന്നു ക്രമീകരിച്ചിരുന്നത്, അതിനകത്ത് മുഴുവൻ മരിച്ചു വീണു. All the people who tried to run outside, it was a large auditorium, they couldn't go out, they all fell down dying there. ആ ശവങ്ങൾ തൊട്ടു മുൻപിലെ കുട്ടകങ്ങളിലേക്ക് മറിഞ്ഞു. And all those dead bodies were taken to large cauldrons prepared in front of them. കടിയിൽ തീ കൊടുത്ത് വെള്ളം കുതുകുത കുത്തിത്തിളച്ചു. And all those cauldrons were placed on the oven and water was boiling in it. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ പ്രദർശനത്തിന്റെ ഭാഗത്തേക്ക് നോക്കുക. ഇത് അസ്ഥി കഷണങ്ങളും മനുഷ്യ മാംസത്തിന്റെ വെന്തരിഞ്ഞ ഭാഗങ്ങളുമാണ്. You just look at these things that I say. These are all the spare parts of human body and burned parts of human bones. യഹൂദന്റെ ശവം കൂട്ടിയിട്ടിരിക്കുന്ന അതേ ആ ഭീകരമായ സ്ഥലമാണ്. മനുഷ്യ ശവങ്ങൾ കൂട്ടമായി കിടക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. This is the place where the bodies of the Jewish people were heaped. That's what you see here. അവന്റെ ശവങ്ങൾ അസ്ഥി കഷണങ്ങൾ മാംസം ഉണങ്ങിയ ശരീരഭാഗങ്ങളാണ് കൂട്ടിക്കിടക്കുന്നത്. What you see is the dried and broken bones of the Jewish people. ഇതാ അവർ മുഴുവൻ ശവന്ത് എരിഞ്ഞത് മാത്രമല്ല, ആ കുട്ടകങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ ശവങ്ങൾ വെള്ളത്തോടൊപ്പം തിളയ്ക്കാൻ തുടങ്ങി. Not only that they died, the dead bodies that were thrown into the cauldron began to boil with the water in the cauldron. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ മണ്ണിലേക്ക് അവർക്ക് തിരികെ കയറുവാനുള്ള കൊതി ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഇത് സഹിപ്പാൻ കഴിയാത്ത ശോധനകൾ മണ്ണിൽ ആരംഭിച്ചു.
though they had the desire to come back to Jerusalem, the Jewish people had great persecution that they were not able to come back. ഇതാ ജീവന് വേണ്ടി ഈ ഭീകരമായ ക്യാമ്പുകളിൽ നിലവിളിക്കുന്ന യഹൂദന്റെ നിലവിളിയുടെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. What you see is the cry for life in the concentration camps of the Jewish people. വെള്ളത്തിനകത്ത് തിളച്ചു മാറിയ അസ്ഥി മാറ്റി കുഴിയെടുത്ത് അടക്കിയിട്ട് യഹൂദന്റെ പച്ച മാംസത്തിൽ നിന്ന് വെട്ടിയെടുത്ത നെയ്യ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. I want to tell you, after burying the bones of the Jewish people, the fat that Hitler collected from the flesh, that fat was made use of making soap, toilet soap, and the toilet soap were sold in European markets. അയ്യോ, യൂറോപ്യൻ മാർക്കറ്റിൽ ഷവറിന്റെ കീഴിൽ നിന്ന് കുളിക്കുന്ന സാധാരണക്കാരുടെ ശരീരത്തിൽ പതയുന്ന സോപ്പിനകത്തെ കൊഴുപ്പ് യഹൂദന്റെ മാംസത്തിൽ നിന്നാണെന്ന് ആദ്യം പറഞ്ഞത് റോമിലെ പോപ്പായിരുന്നു. It was the Pope in Rome who first told that the fat in the soap on the body of the people bathing in the bathroom in European countries was the fat of the Jewish people. യൂറോപ്യൻ മേഖലകളിലെ യഹൂദന്മാർ ഒരു കാര്യം തീരുമാനിച്ചു, രക്ഷയില്ല, ഇനിയും നാട്ടിലേക്ക് പോക തന്നെ. The Jewish people in Europe decided, no, we cannot stand it anymore, we have to go back home. വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു കയറുന്ന കാലം വരുമ്പോൾ നായാട്ടുകാരൻ പട്ടിയെ കൊണ്ട് വനാന്തരത്തിൽ ചെന്ന് ഒരു വേട്ടക്കാരൻ പാറപ്പിളർപ്പുകളിൽ നിന്ന് മൃഗത്തെ വേട്ട തേടി പുറത്ത് ചാടിക്കുന്നത് പോലെ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവനെ പുറത്ത് ചാടിച്ചാണ് വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു കയറ്റുന്നതെന്ന് എഴുതി വെച്ച വചനം കരങ്ങൾ തിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടൊരു കാര്യം ഓർക്കണം. ഇതിന്റെ പുറകിൽ മടങ്ങി വരവെടുക്കുകയാണ്. Prophet Ezekiel prophesied 2600 years ago, when the time for the Jewish people to go back to their nation comes, it will be like a hound of the hunter who is going to hunt down every animal from its hiding place. That is the same way in which the Jewish people will be going back to Jerusalem. When it exactly happened, I tell you, children of God, you should understand that the hands of God are working behind it. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും ഇന്നവരുടെ പ്രഖ്യാപനങ്ങളും ഞാൻ എണ്ണമിട്ട് പറയാം. ഒരു വസ്തുത ഉറപ്പാണ്, എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ കണ്ണടയുന്നതിന് മുൻപ് നമ്മുടെ നാഥന്റെ മടങ്ങി വരവ് നേരിട്ട് കാണത്തക്ക വിധം സംഭവങ്ങൾ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. The political resolutions in the land of Israel tell us one thing very specifically, that the coming back of our Lord Jesus Christ is going to take place in our very generation. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, നമ്മൾ വീട്ടിൽ പോകാൻ സമയമായി. One thing is sure, it is time for us to go ഒരു home. വല്യമ്മച്ചി മരിക്കാൻ കിടക്കുന്നു, 99 വയസ്സായി, എന്നിട്ടും തീരുന്നില്ല. മക്കളെല്ലാം ഗൾഫിൽ നിന്ന് വന്ന് അമ്മച്ചിയെ വന്ന് നല്ലപോലെ അടക്കിയേച്ച് പോകാൻ ആഗ്രഹിച്ച് വിദേശത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി മരിക്കുന്നില്ല. See, an old woman nearing 100 years old is now on deathbed. All her grandchildren from abroad have come. They want to see that the old granny die so that they could give her a proper burial and go abroad back. The problem, the old lady is not dying. ആ വീട്ടിലെ ഒരു കാരണവരായ അപ്പച്ചന്റെ മൂത്ത മകൻ ജീവനോടിരിപ്പുണ്ടായിരുന്നു. അപ്പച്ചന്റെ മൂത്ത മകൻ മക്കളിൽ ഒരാൾ വിദേശത്തു നിന്ന് വന്ന ആളിനെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ അമ്മച്ചിയുടെ കെട്ടലിന്റെ അടിയിലത്തെ കാലിപ്പെട്ടി പുറത്തോട്ടൊന്ന് വലിച്ചെടുത്ത് ആ പെട്ടിയുടെ മേൽമൂടി മാറ്റി കഴിഞ്ഞാൽ ഒരു മൺകുടം കാണും. ആ മൺകുടത്തിനകത്തോട്ട് കൈയിട്ടാൽ രാശി കിട്ടും. രാശി വാരിയ തള്ളയുടെ കയ്യിലോട്ടൊന്ന് പിടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ കാര്യം കാണാമെന്ന് പറഞ്ഞു. And now one of the eldest sons told the other grandson, if you can take out a certain box from under the bed of the woman and you open it, you will see an earthen pot in it, and in the earthen pot you will be able to see some beds. Take it out and give it in the hand of the old woman. The moment she touches the beds, she will be able to say goodbye. ഏതായാലും കൊച്ചൻ ചെന്ന് കാലിപ്പട്ടി തുറന്ന് അതിനകത്തെ മൺകുടത്തിനകത്തെ രാശിചക്രം മാറി വെച്ച് അമ്മച്ചിയുടെ തണുത്തുറഞ്ഞ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തു. അമ്മച്ചി കൈക്കകത്തെ രാശി മുറുക്കി പിടിച്ച് കണ്ണൊന്ന് ചെറുകെ ഇറുക്കി തുറന്ന് നെഞ്ചത്തൊരടി, പിന്നെ ജീവൻ അങ്ങ് പോയത് ഒരുപോലായിരുന്നു. What happened is the son took it out and he had the rosary in his hand. He gave it to the old woman. She caught it and she got it close to her, and the time when the rosary came close to her, she said Allah, and she died. രാശി കയ്യിൽ കിട്ടാഞ്ഞതാണ് പിടിവിടാതെ നിന്നത്. The reason why she didn't die, she was waiting for the rosary to come to her hand. കാഹളം ധ്വനിച്ചാൽ പിടിയുള്ളതൊന്നും എനിക്കിവിടെ ഇല്ല. അമൃതവള്ളി പോലെ ചുവട് വെട്ടി വലിച്ചാൽ വലിഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് രാത്രി തയ്യാറാണ് എന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കളുണ്ട്?
tonight, if the trumpet is calling, there is no rosary that you should be holding fast to. Nothing in the world is going to hold you down. You will be going up. ആ കാര്യം സ്തോത്രയാഗത്തിൽ മാത്രമല്ല, സ്തോത്ര കാഴ്ചയിൽ കൂടെ അറിയണം. And that thing you should be able to understand, not only in thanksgivings, but also in giving to the Lord. ഇന്ന് രാത്രിയിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾ കരമൊന്നുയർത്തി സ്തോത്രം പറഞ്ഞാൽ, Those children of God ready for the Lord, lift up your hands and praise Him.